മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ വളരെ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പൊതുവേ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. കർത്താവിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയാതെ ഒരു കൂട്ടം ആൾക്കാർ, അവർ ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്നുള്ള അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവർ വിശ്വസിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും ഒക്കെ തയ്യാറായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ജാതികളായിട്ടുള്ള ആൾക്കാർ ദൈവസഭയിലേക്ക് കടന്നു വരികയും ഗ്രീക്ക് തത്വജ്ഞാനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു 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 മലയാളം പോട്ടെ, ഇൻഫ്ലുവൻസ് ഇതിലുണ്ടാകുന്ന സമയത്ത് തന്നെയാണ് സ്വാധീനം അതെ, സ്വാധീനം ഈ സുവിശേഷത്തിലും പഠിപ്പിക്കലിലും ഒക്കെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് എഴുതപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണ വ്യക്തിത്വവും ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും എന്നുള്ളത് ദൈവവചനത്തിൻ്റെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഒക്കെ വളരെ കാതലായ വിഷയമാണ്. തൻ്റെ സുവിശേഷം എന്താണ് എന്ന് പൗലോസ് വിവരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും രണ്ടും കൂടെ ചേർത്താണ് പൗലോസ്ലിയ അത് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തിമോഥെയോസിൻ്റെ ലേഖനം, റോമർക്ക് എഴുതുന്ന ലേഖനം, മറ്റു ഇതര ഭാഗങ്ങളിലൊക്കെ പൗലോസ് അത് വിവരിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാനിടയായി തീർന്നല്ലോ. എന്നാൽ അതിന് വിപരീതമായിട്ട് ഞങ്ങൾ ഒന്നുകിൽ മനുഷ്യനായിട്ടേ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു ഭൂതം പോലെ, സത്യത്തിൽ ശരീരമില്ലാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടേ ക്രിസ്തുവിനെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലയിലുള്ള അവരുടെ പിടിവാശി കൊണ്ടാണ് ഇന്നലെ പറഞ്ഞതുപോലുള്ള ഡോസിറ്റിസവും അതുപോലെ സെറിന്ത്യനിസം എന്ന് പറയുന്ന രണ്ട് നിലവാരത്തിൽ പഠിപ്പിക്കലുകൾ വരാനായിട്ട് ഉരുത്തിരിയാനായിട്ട് ഇടയായി തീർന്നു. അതിനെ എതിർക്കുന്ന ഒരു നിലയിലാണ് പൗലോസ്ലിയ ഈ ദൈവവചനത്തിൽ താൻ എഴുതുന്ന ലേഖനത്തിൽ അതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും എഴുതുന്നത് എന്ന് നമുക്ക് ഇന്നലെ തന്നെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ച വാക്യം, കണ്ണ് കൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പം അപ്പോസ്തലന്മാർക്ക് കർത്താവിനോട് കൂടെ ജീവിക്കുകയും, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാൻ എന്ന് പറയുമ്പം കർത്താവിൻ്റെ ഒരു ബന്ധുവായിട്ട് തന്നെ വരും എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ പറയുന്നത് എന്ന് നമുക്കറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരേ ലൊക്കാലിറ്റിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് അവർ. ഗലീലയിലുള്ള ആ ഒരു ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ ഒക്കെ തന്നെയാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചപ്പം നമ്മളിത് ചിന്തിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഒരേ ലൊക്കാലിറ്റിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ അവർ ആരാണ് ക്രിസ്തു എന്ന് ഉള്ള വെളിപ്പാട് അവർക്ക് ലഭിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം അവർ കർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ അത് വിശദമായിട്ട് തന്നെ എഴുതുകയും വളരെ ആധികാരികമായിട്ട് തന്നെ അന്നുണ്ടായിരുന്ന ചില തത്വശാസ്ത്രങ്ങളെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ഉള്ള നിലയിൽ എഴുതുന്ന ലേഖനങ്ങളാണ് വിശേഷിച്ച് യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് ജീവിക്കുന്നെന്ന് തോന്നിയതല്ല, ക്രിസ്തു ഒരു ജീവിക്കുന്നെന്ന് തോന്നിയെന്നോ അല്ലെങ്കിൽ ഒരു ആത്മാവായിട്ട് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതല്ല, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതാണ്, ആ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളും ലേഖനത്തിലും അദ്ദേഹം പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം മുതലുള്ളത് എന്ന് പറയുക, നമുക്ക് ആദ്യം മുതലുള്ളതും എന്ന് കാണുന്ന വാക്ക് അത് തന്നെ നമുക്ക് കാണാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് അതും സമാനമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ആദ്യം മുതലുള്ളതും. അപ്പം വചനം ആദ്യം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവപുത്രനെ ആരെങ്കിലും സൃഷ്ടിച്ചതല്ല. ചില ആൾക്കാരൊക്കെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ക്ലെയിം ചെയ്യുകയും നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത് പോലെ ആരെങ്കിലും സൃഷ്ടിച്ച ഒരു സൃഷ്ടിയല്ല ദൈവപുത്രൻ. അവൻ ആദ്യം മുതലുള്ളത് ആണ്, ആദ്യം മുതലുള്ളത്. which was from the beginning, that which was from the beginning, which we have heard. അപ്പോൾ it was there from the beginning, ആദ്യം മുതൽ ഉള്ളത്, ആദിയിൽ ഉണ്ടായിരുന്നത്,
ആദിയിൽ ദൈവം എന്ന് പറയുന്നത് പോലെ ആദിയിൽ ഉണ്ടായിരുന്നത്, ആദി മുതലുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുവിൻ്റെ അനാദിയായിട്ടുള്ള കർത്താവിൻ്റെ നിലനിൽപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നും ആരും സൃഷ്ടിച്ചതല്ല. നമുക്കറിയാം കൊളോസി ലേഖനത്തിലും ഒക്കെയുള്ള ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. ആ കൊളോസി ലേഖനത്തിൽ പറയുന്ന സകല സൃഷ്ടിക്കും ആദിജാതനും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ അവകാശത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. സകല ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള ധനത്തിനും ദൈവികമായിട്ടുള്ള പൊസഷനും കർത്താവ് അധികാരിയാണ്, കർത്താവ് അതിന് അവകാശിയാണ് എന്നുള്ള നിലയിലാണ് പറയുന്നതെന്നും, അല്ലാതെ കർത്താവിനെ ആദ്യം സൃഷ്ടിച്ചു പിന്നെ കർത്താവ് മുഖാന്തരം വേറെ ചിലരെ സൃഷ്ടിച്ചു എന്ന് ചിലരൊക്കെ പറയുന്നത് പോലുള്ള കാര്യമല്ല എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ആ വാക്യം വെച്ചൊക്കെ ഒത്തിരി പേരെ കൺഫ്യൂസ് ചെയ്യിക്കാനും അതുപോലെ ഒന്ന് നക്ഷത്രം എണ്ണിക്കാനൊക്കെ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതും ആദിജാതൻ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ബൈബിള് വായിച്ചു നോക്കുന്നവർക്കും അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നവർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഞങ്ങൾ കേട്ടതാണ്. അപ്പം ഞങ്ങളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ ജഡാവതാരം ധരിച്ചതും അവൻ മാംസത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതും ഞങ്ങൾ അനുഭവിച്ചതാണ്, ഞങ്ങൾ തൊട്ടു നോക്കിയതാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് വ്യക്തമാക്കി പറയത്തക്കണം. അത് ഞങ്ങൾക്ക് തോന്നിയതല്ല. അത് എന്തെല്ലാം പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നതെന്നും ഇതൊക്കെ ഈ പ്രത്യേക ഈ തത്വജ്ഞാനികളുടെ പഠിത്തത്തെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും വേറെ ആരെങ്കിലും കണ്ടതല്ല, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പൊ കർത്താവിനെ അവിടെ ജീവന്റെ വചനം എന്ന് വിശേഷിപ്പിച്ചേക്കുക. അതുപോലെ തന്നെ ജീവൻ പ്രത്യക്ഷമായി. നമുക്കറിയാം ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യരാശിയുടെ രക്ഷയെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ആ ക്രിസ്തു മുഖാന്തരം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഞങ്ങൾക്ക് ജീവൻ പ്രത്യക്ഷമായി, നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പൊ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രമല്ല, തുടർന്ന് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങളോടും അറിയിക്കുന്നു. അപ്പൊ ദൈവിക കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്താണെന്ന് കർത്താവിന്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഒന്നും കൂടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഒന്നും കൂടെ അത് ഇവിടെ പറയുകയാണ്. ദൈവിക കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരേ ഹോളിൽ കൂടിയിരിക്കുന്നതോ, ഒരേ വസ്ത്രം ഉടുക്കുന്നതോ, ഒരേ ബൈൻഡുള്ള ബൈബിള് പിടിക്കുന്നതോ, ഒരേ നിലയിലുള്ള മറ്റേതെങ്കിലും ഭൗതികമായ കാര്യമല്ല. അത് ദൈവത്തോട് കൂട്ടായ്മയുള്ള വ്യക്തികൾ അവർക്ക് കണ്ടും കേട്ടുമുള്ളത് നമ്മളോട് അറിയിക്കുമ്പോൾ നമ്മളത് ഗ്രഹിച്ച് ആ ഒരു ദൈവിക വെളിപ്പാടിലേക്കും പരിജ്ഞാനത്തിലേക്കും കടന്നു വരുന്നത് തന്നെയാണ് ദൈവിക കൂട്ടായ്മയുടെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണെന്നോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു സഭക്കാരാണെന്നോ ഒന്നും പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. കാരണം വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക്, ഈ ജീവന്റെ വചനം പ്രത്യക്ഷമാകാത്ത ഒരു വ്യക്തിക്ക്, പിതാവിനോടുള്ള കൂട്ടായ്മ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അത് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അർത്ഥവത്തായ കൂട്ടായ്മ ഉണ്ടാകാനായിട്ട് ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ജീവൻ പ്രത്യക്ഷമായി. അപ്പൊ ജീവൻ എന്നുള്ളതും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു വാക്കാണ്. അത് ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുന്നു. ഒന്നാമത്തെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതൊരു സാക്ഷ്യങ്ങളുടെ തന്നെ ഒരു അധ്യായമാണെന്ന് നമുക്ക് പറയാം. പലരോട് പോയി സാക്ഷ്യം പറയുന്നത്, യോഹന്നാന്റെ സാക്ഷ്യം, ഫിലിപ്പോസിന്റെ സാക്ഷ്യം, നഥനയേലിന്റെ സാക്ഷ്യം, അന്ത്രോയോസിന്റെ സാക്ഷ്യം, പല സാക്ഷ്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ സാക്ഷീകരിക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് എന്നുള്ളതും, ദൈവത്തോടാണ് ഞങ്ങളുടെ കൂട്ടായ്മ, എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുക.
അപ്പം ഞങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കി വിശ്വാസമാണെന്ന് പറഞ്ഞ് പരിചയിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്ന ഒരു കള്ളസാക്ഷ്യമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ആ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ പല കൂട്ടായ്മകളിലും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അത് സന്തോഷമുള്ള ഒരു ഹല്ലേലൂയ പറയട്ടെ. എന്നാൽ സന്തോഷം പൂർണ്ണമാകാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ അപ്പോസ്തലന്മാര് എങ്ങനെ അത് ഗ്രഹിച്ചുവോ അതേ കാര്യങ്ങൾ അവർ നമുക്ക് പകർന്നു തരുമ്പോൾ, ആ ഒരു വെളിപ്പാടിലേക്കും ആ ഒരു ഉൾക്കാഴ്ചയിലേക്കും കടന്നു വരുമ്പോൾ അങ്ങനെയാണ് ഈ കൂട്ടായ്മ, ആ സന്തോഷം പൂർണ്ണമാവുന്നത്, കൂട്ടായ്മ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ പേര് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ വസ്ത്രം കൊണ്ടോ ഭാഷ കൊണ്ടോ മറ്റേതെങ്കിലും നിലയിലുള്ള കൂട്ടായ്മകളിലൊക്കെയാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ അതൊന്നും നിലനിൽക്കുന്ന കൂട്ടായ്മയല്ല, അതൊന്നും ശാശ്വതമായ കൂട്ടായ്മയല്ല. അതിൻ്റെ ഒന്നും അടിസ്ഥാനം ഈ ദൈവിക വെളിപ്പാടുകളല്ല. അതതിൻ്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഹോളിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ പോലും ആ യഥാർത്ഥമായിട്ടുള്ള തിരിച്ചറിവിലേക്ക് വരാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ പ്രാരംഭമായിട്ട് ആ ഭാഗത്തു നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കിയാട്ടെ, അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഇമാജിനേഷൻ അല്ല എന്നുള്ളതാണ് അവിടെ യോഹന്നാൻ അവരോട് പറയുന്നതും അവരുടെ ആ തത്വശാസ്ത്രങ്ങളെയൊക്കെ അടപടലം എന്ന് പറഞ്ഞാൽ അടിയോടെ അതിനെ വേരറുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് അത് പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. നമുക്ക് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോഴും അതുപോലെ ഒരു സിമിലറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. അത് പരീക്ഷയുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് അത് ചിന്തിക്കാനിടയായി തീർന്നല്ലോ, വൈകുന്നേരത്തെ നമ്മുടെ കൂട്ടായ്മയിൽ. അവിടെയും ദൈവത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നത്, ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന വ്യക്തിയല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവൻ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. അവൻ ദോഷം ചെയ്യുന്ന കാരണം ഒരു വ്യക്തി അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളതാണ് അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെളിച്ചമില്ല, അവനിൽ ഇരുട്ടൊട്ടുമില്ല, ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു ഇത്. അവന് ഇരുട്ടുമായി സംബന്ധമില്ല, പാപവുമായി സംബന്ധമില്ല, അനുസരണക്കേടുമായി സംബന്ധമില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതെങ്കിലും കാര്യം അവനിലില്ല. ദൈവം അതിന്റെ സോഴ്സ് അല്ല. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ നമ്മളെ പിന്നെയും കാണിക്കുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും നിറഞ്ഞതും പക്ഷപാതം ഇല്ലാത്തതും എന്നൊക്കെ പറയുന്ന ഒരു വാക്യം നമുക്ക് അറിയാമല്ലോ. അത് ഞാൻ വായിക്കാം. അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം, ഇപ്പൊ ഒരു വ്യക്തി പറയുക, എന്നെ ദൈവം എന്തെങ്കിലും തിന്മ വെച്ച് എന്നെ ഒരു ടെംപ്റ്റേഷൻ എനിക്ക് തന്നു, ഞാൻ അതിൽ വീഴുവോ എന്ന് നോക്കി, എന്നാൽ ദൈവകൃപയാൽ ഞാൻ വീണില്ല പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഒരു ദൈവഭക്തനെ ദൈവം കൊണ്ടുവരത്തില്ല. പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ മുന്നിൽ തന്നിട്ട് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ കരുത്ത് എത്ര ഉണ്ട്, നമ്മുടെ ക്രിസ്തീയ ശക്തി എത്രയുണ്ട്, അല്ലെങ്കിൽ ആത്മബലം എങ്ങനെയുണ്ട്, വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് ദൈവം ശോധന ചെയ്യുന്ന ദൈവമല്ല. പാപത്തിലേക്കുള്ള പ്രേരണ ദൈവം തരുന്നില്ല. കാരണം ദൈവം പൂർണ്ണമായും വെളിച്ചമാകുന്നു. ആ കർത്താവിൽ ആ തിന്മയുടെ ഒരു അണുപോലും ഒരു കണം പോലും ഇല്ല. ദൈവം വെളിച്ചമാകുന്നു. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്? ഹി ഈസ് കംപ്ലീറ്റ്ലി ലൈറ്റ്, കംപ്ലീറ്റ്ലി ട്രൂ, കംപ്ലീറ്റ്ലി. ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം വെളിച്ചമാകുന്നു, തുടർന്ന് നമ്മൾ വായിക്കും ദൈവം സ്നേഹമാകുന്നു. അപ്പം ഈ ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഈ സകല സൽഫലവും നീതിയും ആകുന്നു വെളിച്ചത്തിൻ്റെ ഫലം
എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഫേസ്യരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, സകല നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ഈ വെളിച്ചത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ തിന്മയുടെയോ ഈ ഇതുപോലുള്ള ദുഷ്ടമായ കാര്യങ്ങളുടെ, ദുഷിച്ച കാര്യങ്ങളുടെ ഒരു സോഴ്സ് അല്ല ദൈവം. ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരിക്കലും ആർക്കും ഒരു നിർദ്ദേശം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആരെയും ദൈവം ആ നിലയിൽ പരീക്ഷിക്കുകയില്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന തത്വജ്ഞാനികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അന്ന് കുറേയൊക്കെ ആൾക്കാർ തെറ്റിപ്പോവുകയും ചെയ്തിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ്. നമ്മുടെ ശരീരം വെച്ച് നമ്മൾ എന്തോ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല, ആ ശരീരം വെച്ച് ചെയ്യുന്ന സംഗതി ഒന്നും പിന്നെ ആത്മാവിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് ആത്മീയ ജീവിതം എത്ര കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ചാലും ആത്മീയ ജീവിതം ഒന്നും അഫക്റ്റഡ് ആവുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയല്ല പാപവും ആത്മീയ ജീവിതവും ഒരുമിച്ച് പോകത്തില്ല, ഇരുട്ടും ആത്മീയ ജീവിതവും ഒരുമിച്ച് പോകത്തില്ല എന്ന് മാത്രമല്ല, ഈ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് അത് വിഘാതമായിട്ട് വരാനായിട്ട് സാധ്യതയുമുണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അപ്പൊ ഇരുട്ടിലും നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലാണെന്ന് തോന്നുന്നു വായിക്കും, നമ്മൾ വെളിച്ചത്തിനും ഇരുളിനുമുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിനുള്ളവരാണ്. അതുകൊണ്ട് വെളിച്ചത്തിന്റെ സർവായുധോകം എടുത്തുകൊള്ളുവീൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ കുറച്ച് വെളിച്ചത്തിനും കുറച്ച് ഒരു മിക്സഡ് എക്സ്പീരിയൻസിൽ പോകാൻ വിളിക്കപ്പെട്ടവരല്ല. നോക്കിയിട്ട് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. നമുക്കറിയാം, അന്നത്തെ നേരത്തെ പറഞ്ഞതുപോലുള്ള തത്വജ്ഞാനികളുടെ ചില ഉപദേശങ്ങൾ അനുസരിച്ച് പാപം ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു നിലയിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, അവരുടെ വേറൊരു തത്വജ്ഞാനമായിരുന്നു നമ്മൾ നമ്മുടെ ശരീരത്തിന് അവകാശപ്പെട്ട, അല്ലെങ്കിൽ ശരീരത്തെ മിസ്ട്രീറ്റ് ചെയ്യുകയും ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുകയും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ആത്മീയതയിലേക്ക് എത്താം. അങ്ങനെ ആ സീക്രട്ട് നോളജ് നമുക്കുണ്ടാകും. ആ സീക്രട്ട് നോളജ് ഉണ്ടാകുമ്പം നമുക്ക് രക്ഷ പ്രാപിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് രക്ഷ പ്രാപിക്കുന്നത് ഒരു സീക്രട്ട് നോളജ് ഉണ്ടാകുന്ന സമയത്തല്ല, മറിച്ച് അത് വ്യക്തമായിട്ട് അത് യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ, അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് അവന് രക്ഷയുണ്ടാകുന്നത്. ദൈവപരിജ്ഞാനത്താലാണ് രക്ഷയുണ്ടാകുന്നത്. അപ്പം ഇരുട്ടിൽ നടക്കുകയും ഞാൻ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും, ഞങ്ങൾ വലിയ തത്വജ്ഞാനികളാണ്, സീക്രട്ട് നോളജൊക്കെ പ്രാപിച്ചവരാണ്, വലിയ ദൈവിക വെളിപ്പാടുകൾ, എൻലൈറ്റൻമെന്റ്സ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുകയും, അങ്ങനെ പറയുന്ന ആൾക്കാരെ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലല്ല, അതിന് പുറത്ത് അധികം കാണാം. ക്രിസ്തീയ ഗോളത്തിലും അങ്ങനെയുള്ളവരെ കാണാം. വലിയ ക്ലെയിമുകളാണ് അവർ നടത്തുന്നത്. എന്നാൽ നമുക്കറിയാം അവരുടെ രഹസ്യ ജീവിതവും അവരുടെ ചിന്തകളും ഒക്കെ മലിനമാക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇത് നമുക്കറിയാമല്ലോ, ഈ തിന്മയായുള്ള കാര്യങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റു പലരും അത് ചെയ്യാനായിട്ട് പ്രേരിതരാകും. അതാണ് അതിൻ്റെ രസം. അപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. അത് അങ്ങനെയല്ല അതിൻ്റെ മാതൃക. ഈ ചെയ്യുന്ന ജീവിതം ക്രിസ്തുവിലുള്ള മാതൃകാപരമായ ജീവിതമല്ല എന്ന് പറയാനായിട്ട് ദൈവഭക്തന്മാർ ബാധ്യസ്ഥരാണ്. അതിനെ തുറന്നു കാണിക്കാനായിട്ട് ദൈവദാസന്മാർ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഒത്തിരി പേര് അതുപോലുള്ള തിന്മയെ അനുകരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ജീവിതത്തിൽ അനുവർത്തിക്കുന്ന നയവും ജീവിതശൈലിയും വാക്കുകളും ഒക്കെ അങ്ങനെ അല്ലാത്തതായി തീരുകയും ചെയ്താൽ, സത്യം പ്രവർത്തിക്കുന്നതുമില്ല, നാം ഭോഷ്ക് പറയുന്നു. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കമൻറ്റ് നോക്കുന്നുണ്ട്. കാരണം ചില കമൻറ്റ് വീരന്മാർ ഇവിടെ വന്നിരുന്ന് കമൻറ്റ്, ഇന്നലെ എനിക്ക് വളരെ സങ്കടം ഉണ്ടായ ഒരു ദിവസമാണ്. കാരണം ഒറീസയിൽ ബൈബിൾ സ്കൂളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, സ്കൂളും ബൈബിൾ സ്കൂളും ഒക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ എന്നാ പിണ്ണാക്കാടാ നീയൊക്കെ പഠിപ്പിക്കുന്ന, ഇദ്ദേഹം ഇത്രയും നാൾ ഈ പിണ്ണാക്കാന്നല്ലോ ഈ ബൈബിൾ സ്കൂളും സായിപ്പിൻ്റെയോ മറ്റുള്ളവരുടെ കാശൊക്കെ മേടിച്ച് ഈ ചെയ്തുകൊണ്ടിരുന്നതെന്നും നമ്മൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പിണ്ണാക്കായിട്ട് തോന്നുന്നെങ്കിൽ ഈ പിണ്ണാക്ക് വിൽക്കുന്ന പണി നിർത്തിയിട്ട് അദ്ദേഹത്തിന് വല്ല കൂലിപ്പണിക്ക് പോകരുതോ എന്ന് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നി. കാരണം
ദൈവമക്കളെന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം നമുക്ക് എന്തുമാത്രം പ്രയാസം തോന്നും. അല്ലാത്തവർ പറഞ്ഞോട്ടെ, ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത 4 പേര് പറഞ്ഞാൽ നമ്മൾ ഭാരപ്പെടണ്ട. എന്നാൽ ദൈവ പൈതലെന്നും ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് എന്നും അതുപോലെ വലിയ സംസ്ഥാനങ്ങളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ പോയി കിടന്ന് ബൈബിൾ സ്കൂൾ ഉണ്ടാക്കുക. എന്നാൽ പറയുന്നത് എന്താ? പിണ്ണാക്ക് കേട്ടോ. എന്തോ പിണ്ണാക്കാടാ നീ ഈ പറയുന്നത്. താഴത്തെ കമന്റ് ഞാൻ വായിച്ചില്ല, അതിന് മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതുപോലുള്ള വീരന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേൾക്കാൻ വരും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ കമന്റ് ഒന്ന് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറിയേക്ക്. രാവിലെ ഒരാളെ പിടിച്ച് ഔട്ടാക്കിയതേ ഉള്ളൂ. കാരണം നമ്മുടെ ഇത് ദൈവവചനം പഠിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലം, അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ ആട്ടെ. ഇവിടെ പറയുകയാണ്, അടുത്തത് പറയുന്നത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. അപ്പൊ ദൈവം ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ കൂട്ടായ്മയ്ക്കുള്ള തടസ്സങ്ങളാ ഇവിടെ പറയുന്നത്. ഒരിക്കലും ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവം എന്നെ ടെംപ്റ്റ് ചെയ്യുന്നു, ദൈവം എന്നെ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി യഥാർത്ഥ ദൈവീയ കൂട്ടായ്മയിലല്ല നടക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ ടെംപ്റ്റ് ചെയ്യത്തില്ല, അവൻ സമ്പൂർണ്ണമായിട്ട് വെളിച്ചമാകുന്നു എന്ന് പറയുകയും, വെളിച്ചം ഉണ്ടെന്ന് പറഞ്ഞേച്ച് വെളിച്ചത്തിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൽ നടന്നാൽ അവനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് നമ്മളായിത്തീരുന്നത്. മനുഷ്യനോടുമുള്ള കൂട്ടായ്മ അത് വിരോധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അവൻ കംപ്ലീറ്റ് വെളിച്ചമാണ്, കംപ്ലീറ്റ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിച്ചതുപോലെ സകല സത്യവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്ന് വായിക്കുന്നത് പോലെ, ആ നിലയിൽ വെളിച്ചത്തിൽ സൽഗുണങ്ങളിൽ ക്രിസ്തുവിലുള്ള ആ സൽഗുണങ്ങളിൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഇവിടെ നമുക്കിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ വാക്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതുപോലെ ജീവിതത്തിൽ വേറൊരു വാക്യവും സ്വാധീനിച്ചിട്ടില്ല. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ഏറ്റുപറയുന്ന വാക്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ശത്രു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പോരാട്ടം, ഏറ്റവും വലിയ സംശയം, അത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ ഏറ്റു പറഞ്ഞിട്ടും അത് ക്ഷമിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞിട്ടും അത് കംപ്ലീറ്റ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള നിലയിലാണ് ശത്രു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംശയം കൊണ്ടുവരുന്നതും. പിശാചിന്റെ പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നതിലൂടെയാണ്. എന്നാൽ നമുക്കറിയാം, ഒരു സംശയലേശമന്യേ ഇവിടെ പറയുകയാണ്, ഇനിയൊരു സീക്രട്ട് നോളജ് വരുമ്പോഴല്ല അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് നടക്കുന്നത്, നമ്മൾ പരസ്പരമുള്ള കൂട്ടായ്മയിലാണ് ആയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം കാൽവരിയിൽ സകല ലോകത്തിന്റെയും സകല മനുഷ്യരാശിയുടെയും പാപത്തിന് വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെ ബക്കറ്റ് കണക്കിന് പിടിച്ചു വെച്ചേക്കുക, രക്തം എടുത്ത് ആർക്കാ കൊടുത്ത്, ദൈവത്തിനാണോ കൊടുത്ത്, പിശാചിനാണോ കൊടുത്ത് എന്നൊക്കെ ചോദിക്കുന്ന ചില വീരന്മാരുണ്ട്. അവരൊക്കെ ഏത് ഭാവനാലോകത്താണ് അവർ ജീവിക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ പറയാനായിട്ട് കഴിയത്തില്ല. കാരണം അവർ ഈ രക്തം എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ രക്തം എന്ന് പറയുമ്പോൾ ബക്കറ്റ് കണക്കിന് ഈ രക്തം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്കെല്ലാം ഓരോ ബക്കറ്റ് രക്തം തന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ അത് നേടിയെടുത്തതായിട്ടുള്ള ദൈവനീതി എന്നുള്ളതാണ് അർത്ഥം. എൻ്റെ പേർക്ക് വേണ്ടി കർത്താവ് ഞാൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയായ മരണം അനുഭവിച്ചപ്പോൾ അവൻ എനിക്ക് വേണ്ടി ഏൺ ചെയ്ത ദൈവത്തിന്റെ നീതി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ രക്തം എടുത്തോണ്ട് പിശാചിന് കൊടുത്തോ ദൈവത്തിന് കൊടുത്തോ എന്നുള്ളതല്ല. കാരണം ആ നീതിയാണ് അവിടെ നിവർത്തിക്കപ്പെട്ടത്. അല്ലാതെ അത് ദൈവത്തിനും കൊടുത്തില്ല, പിശാചിനും കൊടുത്തില്ല. എന്നാൽ ആ ദൈവനീതി, ദൈവ നിയമപ്രകാരം ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടു. യേശുവിന്റെ പാപമില്ലാത്ത രക്തം അതിനുവേണ്ടി ഒഴുക്കപ്പെട്ടു. നമുക്ക് ലിറ്ററലായിട്ട് അറിയാം, ആ രക്തം നിശ്ചയമായിട്ടും അവിടെ നിലത്ത് വീണിട്ടുണ്ട്. അല്ലെങ്കിൽ കർത്താവിന്റെ അവസാനം രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ആരും അത് ശേഖരിച്ച് വെച്ചില്ല എന്നുള്ളത് ലിറ്ററലായിട്ട് നമുക്കറിയാം. എന്നാൽ അവിടെ നിവർത്തിക്കപ്പെട്ടത് എന്താ? ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി, എനിക്ക് അതിന് വിരോധമായിരുന്ന കയ്യെഴുത്തൊക്കെയും മായിച്ച്, അല്ലെങ്കിൽ എനിക്ക് വിരോധമായിരുന്ന ദൈവസന്നിധിയിലെ വിധികളെല്ലാം യേശു കർത്താവ് ആ നീതി എനിക്ക് വേണ്ടി നിവർത്തിച്ചത് കൊണ്ട് അത് നള്ളിഫൈ ചെയ്യപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ യേശു എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തിയാൽ ഞാൻ നീതിമാനായി തീർന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ രക്തം കൊണ്ടുപോയി ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല. അതൊരു അടിസ്ഥാനമില്ലാത്തൊരു ചോദ്യമാണെന്നുള്ളത് നമുക്കറിയാമല്ലോ.
ചിലപ്പോൾ ഇടയ്ക്ക് ആരാണ്ടൊക്കെ റൂമിട്ടൊക്കെ ഇതൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, യേശു കർത്താവിന്റെ രക്തം, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നേടി തന്ന ദൈവത്തിന്റെ നീതി, അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ എൻ്റെ പേർക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും ആ ശിക്ഷ എൻ്റെ പാപത്തിന്റെ ശിക്ഷയായിട്ട് കണക്കാക്കണമെന്നും, അങ്ങനെ യേശുക്രിസ്തു നീതിമാനായ യേശുക്രിസ്തുവിനെ പോലെ ദൈവം എന്നെയും നീതിമാനായി കാണുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അല്ലാതെ യേശുക്രിസ്തുവിന്റെ രക്തം എടുക്കാനായിട്ട് നമ്മൾ ഇനി എങ്ങോട്ടും പോകണ്ട, പലസ്തീനിലേക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ അവിടുന്ന് ഇത് കൊണ്ടുവരാനായിട്ടുള്ള പരിപാടിയും ചെയ്യണ്ട. ആ യേശുക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്താൽ കർത്താവിങ്കിലേക്ക്, ഞാൻ പാപിയാണ് എൻ്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും വിശ്വാസത്താൽ അവന്റെ ആത്മാവിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ യേശുക്രിസ്തുവിന്റെ രക്തമെന്നും അത് ഉദ്ദേശിക്കുന്നത് ദൈവസന്നിധിയിൽ പാപികളായിരുന്ന നമ്മെ നീതീകരിക്കാനായിട്ട് കർത്താവ് ചെയ്ത പ്രവൃത്തിയാണെന്നും, ആ നീതി നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നോക്കിയാട്ടെ, വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ് അബ്രഹാം പാസ്റ്റർ പറഞ്ഞത്. ഒത്തിരി പേര്, ഇത്രയല്ല, ഒരിക്കൽ ഞാൻ കൽപ്പറ്റ ചെന്നപ്പം ഒരു കൂട്ടം ആൾക്കാർ, അന്ന് ബിജോ ബ്രദറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാർ, ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ആൾക്കാർ, നമ്മൾ പാപം ഏറ്റു പറയണ്ട, അതിന് എന്തൊക്കെയാ അവർ സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവർ കാൽവിനിസം എടുത്തുകൊണ്ട് വരുന്നു, അതുപോലെ രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തുകൊണ്ട് വരുന്നു. നമ്മൾ വിചാരിക്കും രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഡോക്ടറിനോട് അവർക്ക് അത്ര സ്നേഹം ഉണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല ഈ എടുത്തുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാ? പാപം ഏറ്റു പറയണ്ട എന്നുള്ള ജോസഫ് പ്രിൻസിന്റെ ഉപദേശം ഇവർക്ക് സ്ഥാപിക്കണം. അപ്പം അത് സ്ഥാപിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഡയറക്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള കാര്യം, അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ കർത്താവ് പറഞ്ഞേക്കുന്ന മക്കളെ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, പ്രാർത്ഥിപ്പിൻ. അപ്പം ഈ യാചിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന് അറിയാം എന്നുള്ളത് സർവജ്ഞാനിയായ ദൈവത്തെ സംബന്ധിച്ചോളം അതൊരു അതിശയോക്തിയൊന്നുമല്ല. നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെ അറിയാമെങ്കിലും ആസ്ക് ആൻഡ് റിസീവ് എന്നുള്ളത്, ചോദിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അത് വാങ്ങുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു രീതിയും ഒരു ദൈവത്തിന്റെ നീതിയുമാണ്. അത് ദൈവവചനത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്താവെ, പണ്ട് ആരോ പറഞ്ഞ പോലെ, കർത്താവെ മത്തായിയെ നിനക്കും അറിയാം, നിനക്ക് മത്തായിയെ അറിയാം, അതുകൊണ്ട് മാത്തന്നെ ഇതാ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചെയ്യണമെന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവീയമായ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ്, പാപം ചെയ്യുന്നതിന് മുന്നേ അറിയത്തില്ലേ നമ്മൾ ഇങ്ങനെ ഒരു പാപം ചെയ്യും, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ അറിയത്തില്ലേ? അറിയും. പാപം ചെയ്തതിന് ശേഷം ദൈവത്തിന് നമ്മളെ അറിയത്തില്ലേ? അറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും ആ ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുന്നത് നമ്മുടെ ഏറ്റുപറച്ചിലൂടെ. അത് ദൈവത്തിന്റെ വചനത്തിൽ, നമ്മുടെ റോമാലേഖനത്തിൽ 9-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടേതായിട്ട് തീരുന്നത് തന്നെ ഈ ഏറ്റുപറച്ചിലൂടെയാണ്. നമുക്കറിയാം, കർത്താവെ ഞാൻ തെറ്റ് ചെയ്തു, നീ എന്നെ രക്തത്താൽ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പറയുകയും അതാണ് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള രീതി. നമുക്കിവിടെ കാണാം, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒന്ന് പറഞ്ഞു, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ അസത്യവാദിയാക്കുന്നു. നോക്കിയാട്ടെ, അപ്പം ഇത് രണ്ടും നമ്മൾ പറയാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് സപ്പോസ് ചെയ്യുന്നില്ല. വൈദ്യന്മാർക്കല്ല, അല്ലാതെ ആരോഗ്യമുള്ളവർക്ക് ഡോക്ടറെ കൊണ്ട് എന്തോ ആവശ്യം, വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് ചോദിച്ച കർത്താവ് നിശ്ചയമായിട്ടും നമ്മൾ പാപികളാണ് എന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിന് നീതി ലഭിക്കാനായിട്ട് ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരിക്കലായിട്ട് ദൈവത്തിന്റെ നീതി ദൈവസന്നിധിയിൽ നമ്മൾ പാപികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്ത, അല്ലെങ്കിൽ അത് സ്വീകരിച്ച വ്യക്തികളാണ്. ഒരിക്കൽ മക്കളായിട്ട് തീർന്നത് കൊണ്ട് ഇനിയും ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റല്ലെന്നോ പാപമല്ലെന്നോ ഒന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി മക്കള് പാപം ചെയ്താലും
മക്കളല്ലാത്തവർ പാപം ചെയ്താലും പാപം പാപം തന്നെയാണ്. എന്നാൽ മക്കളായിട്ടിരിക്കുമ്പം ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുന്നതും ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നതും ദൈവമക്കളാകാതിരിക്കുമ്പോൾ ഉള്ള പാപവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യത്യാസം നമുക്ക് പറയാമായിരിക്കാം. എന്നാൽ അടിസ്ഥാനപരമായിട്ട് കർത്താവിൻ്റെ രക്തം, ദൈവം നമുക്ക് വേണ്ടി നേടിത്തന്ന ദൈവനീതി നമ്മുടെ നീതി ആകേണ്ടതിന് നമ്മളത് ഏറ്റുപറഞ്ഞേ പറ്റും. രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും എന്ന് പറയുന്നത് പോലെ ദൈവികമായിട്ടുള്ള ഈ രക്ഷ, ആ രക്ഷയിൽ നമ്മൾ തുടരാനായിട്ട് ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പം ഈ ഏറ്റുപറച്ചിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യാക്കോബിന്റെ പേര് ദൈവത്തിന് അറിയാഞ്ഞിട്ടാണോ അവന്റെ പേരെന്നാന്ന് ചോദിച്ച്, നിന്റെ പേര് ഞാൻ ഇസ്രായേൽ എന്നാക്കി മാറ്റും. മറ്റു പലരോടും ചോദിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. ദൈവത്തിന് അറിയാഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ഇല്ല. ആ ഒരു രംഗത്ത് അത് ഏറ്റു പറയാനായിട്ട് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, ഓരോരോ രംഗങ്ങളിലും ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ആത്മീയ യുദ്ധങ്ങൾ, ആത്മീയ സ്പിരിച്വൽ വാർഫെയറിന്റെ കാര്യം, ഇതൊക്കെ വരുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നാം ദൈവത്തിന്റെ വചനം നമ്മളെ ഏറ്റുപറച്ചില് വളരെ പ്രാധാന്യമുള്ളതാണ്. സാത്താനെ ജയിച്ച കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവരുടെ സാക്ഷ്യവചനം ഹേതുവായും പിശാചിനെ ജയിച്ചു. എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ സാക്ഷ്യവചനം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം പിശാച് വളരെ ഭയക്കുന്ന ഒരു സംഗതിയാണ് ഒരു ദൈവത്തിന്റെ പൈതല് ദൈവഹിതപ്രകാരമുള്ള ദൈവവചന പ്രകാരമുള്ള സത്യങ്ങൾ അവൻ നാവുകൊണ്ട് ഏറ്റുപറയുമ്പോൾ അതിലൊരു ട്രമൻഡസ് സ്പിരിച്വൽ പവർ അതിലുണ്ട്. അതിലൊരു വലിയ ആത്മീയ ശക്തി അടങ്ങിയിട്ടുണ്ട്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുന്നതും പിശാചിന്റെ പ്രവർത്തനങ്ങളെ അതിനെ തടയുന്നതുമായിട്ടുള്ള ദൈവിക ശക്തി ഇതിൻ്റെ ഉള്ളിൽ ഈ ഏറ്റുപറച്ചിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനപ്രകാരമുള്ള വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാകട്ടെ കൂട്ടായിട്ടിരിക്കുമ്പോഴാകട്ടെ നമ്മൾ ഈ ദൈവത്തിന്റെ വചനം, വിശ്വാസപ്രകാരമുള്ള ദൈവത്തിന്റെ വചനം, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും വിടുതലിനും ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ കൺഫസ് ചെയ്യുക എന്നുള്ളത് സ്പിരിച്വൽ വാർഫെയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാം ഈ പ്രോസ്പെറിറ്റിക്കാരെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ചില നന്മയുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ എതിർക്കരുത്. എല്ലാം ഭൗതിക നന്മയ്ക്ക് വേണ്ടി എന്നുള്ള നിലയിൽ അവരെ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ അതിനെ നമ്മൾ കാണുന്നത്. ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് അത് അങ്ങനെ പറയാനുള്ള കാരണം. എന്നാൽ ഓരോ വ്യക്തിയുടെ ആത്മീയമായിട്ടെന്നുള്ള നിലനിൽപ്പും ജീവിതവും മുന്നോട്ടുള്ള പോക്കും സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പിശാച് അവനെ പരീക്ഷിക്കുമ്പോൾ, അവന്റെ ഹൃദയത്തിൽ ഭയം കൊണ്ടുവരുമ്പോൾ അതിനെയൊക്കെ ജയിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ കൺഫെഷനാണ്. പ്രിയപ്പെട്ടവര്, കൺഫെഷൻ ഈസ് എ വെരി പവർഫുൾ ടൂൾ ഇൻ സ്പിരിച്വൽ വാർഫെയർ. അവന്റെ സാക്ഷ്യവചനം കൊണ്ട്, എന്തുവാ ഈ സാക്ഷ്യവചനം? 4 പോയി സാക്ഷ്യം പറഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. 4 പോയി സാക്ഷ്യം പറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ആ സാഹചര്യത്തിന് അനുസൃതമായി ദൈവത്തിന്റെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മീക ജയത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ വാഗൊണ്ട് നമ്മൾ ഏറ്റുപറയണം എന്നുള്ളതാ അതിന്റെ അർത്ഥം. അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, മറ്റ് വിഷയങ്ങളാകട്ടെ, ഈ ദൈവം നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ ആത്മീയ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ കൺഫെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പിശാച് ഇന്ന് മാറ്റി നമ്മൾ കൺഫസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ മത്തായിക്ക് നിനക്ക് മത്തായി അറിയാം, അതുകൊണ്ട് ഞാനിതാ മലക്കുന്നതെന്ന് പറഞ്ഞ് കിടന്നാൽ മതി എന്ന് ഉള്ളൊരു നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും, അതും നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുർമനസാക്ഷിയാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ള കുറ്റബോധവും
അത് അടിസ്ഥാനമാക്കിയ പിശാച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഈ ദുർമനസാക്ഷി അവിടെ കിടക്കുകയും പിശാചിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് അത് തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്ത കുറവുകള് നമ്മുടെ മനസാക്ഷിയിൽ ദൈവാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്ന കാര്യങ്ങളെ നമ്മൾ അപ്പപ്പ തന്നെ ഏറ്റുപറയേണ്ടതാ. പിന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കണ്ട, അതൊരു രോഗമാണ്, മാനസിക രോഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏറ്റു പറഞ്ഞു, അത് ശരിയായില്ല എന്ന് തോന്നുക, പിന്നെ ഏറ്റുപറയുക. അതല്ല, അത് നമുക്ക് ദൈവവചനത്തിലുള്ള വിശ്വാസ കുറവിനെയാണ് കാണിക്കുന്നത്. കാരണം എത്ര വട്ടം ഏറ്റു പറയണം? സത്യം പറഞ്ഞാൽ ഒരു വട്ടം ഏറ്റു പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നു എങ്കിൽ, ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല. അല്ല ജീവിതകാലം മുഴുവൻ സോറി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. അല്ല, വിശ്വാസത്തോടെ ഏറ്റു പറയുക, കർത്താവെ നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുകയും, നിന്റെ കർത്താവെ ഞാൻ പാപി അല്ല, എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് പാപമില്ല എന്ന് പറയുന്നില്ല, എനിക്ക് പാപമുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുമുണ്ട്, എനിക്ക് പാപ സ്വഭാവമുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ കർത്താവെ എൻ്റെ ഈ ചെയ്തു പോയ അതിന് നീ എന്നോട് ക്ഷമിക്കണമേ, രക്തത്താൽ നീ എന്നെ കഴുകണമേ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മനുഷ്യനോട് ചെയ്തതിന് മനുഷ്യനോടും, ദൈവത്തോട് ചെയ്തതിനോട് ദൈവത്തോടും അത് നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഏത് കുറവ് ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കോടതികൾ നമ്മളെ അതിന് വെറുതെ വിടത്തില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പിന്നെയും വന്ന് അതിൻ്റെ മേൽ ഫിഷ് ചെയ്യാനായിട്ട് നമ്മൾ സാത്താനെ അനുവദിക്കേണ്ട, അല്ലെങ്കിൽ അതിൽ പിന്നെയും അവിടെ ചൂണ്ടയിടാനായിട്ട് കഴിയത്തില്ല. കാരണം നിന്റെ ലംഘനങ്ങൾ, നിന്റെ പാപത്തെ ഞാൻ ധരിക്കുന്നു, ഇനി ഞാൻ ഓർക്കയുമില്ല എന്ന് നമുക്ക് വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കയുമില്ല. പ്രിയപ്പെട്ട, എത്ര പവർഫുൾ ടൂളാണ് നമ്മുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളിലൂടെ നമ്മുടെ ധ്യാനം ഇന്ന് കടന്നു പോകുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അങ്ങനെയാണ് നോസ്റ്റിക്സുകാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവദാസൻ അത് പറഞ്ഞല്ലോ. അതുപോലെ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുക, നാം അവനെ അസത്യവാദിയാക്കുന്നു, സത്യം നമ്മളിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കത് പരമാവധി ഉപയോഗിക്കാം. ദൈനംദിനം നമുക്ക് ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസനിൽ നിരപ്പ് പ്രാപിച്ചവരായിട്ട്, നല്ല മനസാക്ഷിയുള്ളവരായിട്ട് നമുക്ക് നിൽക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.